Hey, what's up guys? I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തോറിന്റെ MCUവിലെ ഇതുവരെയുള്ള ജേണിയാണ്. സോ നമ്മൾ ഓൾറെഡി അയൺമാന്റെയും ക്യാപ്റ്റൻ അമേരിക്കന്റെയും ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു 11 വർഷത്തെ തോറിന്റെ അഡ്വഞ്ചേഴ്സ്, തോറിന്റെ ജീവിതമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഒരു ദൈവം, ഒരു രാജാവ്, ഒരു പോരാളി, ഒരു അവെഞ്ചർ, ഇതെല്ലാം കൂടി ചേർത്താൽ നമുക്ക് കിട്ടുന്ന എന്താണോ അതാണ് തോർ ഓഡിൻസൺ. 1500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച തോർ ആസ്ഗാർഡിന്റെ രാജാവും 9 റെൽംസിന്റെ പ്രൊട്ടക്ടറുമായ ഓഡിൻ ഓൾഫാദറിന്റെ രണ്ടാം സന്തതിയും ആദ്യത്തെ പുത്രനുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ രാജാവുക, തന്റെ എതിരാളികളെ മുച്ചോടും മുടിക്കുക മുതലായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന തോറിന് പിതാവായ ഓഡിൻ തന്റെ ശക്തികൾ നിയന്ത്രിക്കാൻ മിയോൽനിയർ എന്ന ചുറ്റിക നൽകിയതോടെ തോർ സ്വതവേ അഹങ്കാരിയായി മാറുന്നു. നിഡവെലിയർ എന്ന ന്യൂട്രോൺ സ്റ്റാറിന്റെ എനർജിയും ഉറുമെറ്റലും ചേർന്ന് നിർമ്മിച്ച മിയോൽനിയർ MCUവിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വെപ്പൺസ് തന്നെയാണ്. തന്റെ ചെറുപ്പകാലത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ തിന്നും കുടിച്ചും എതിരാളികളെ ആക്രമിച്ചും നടന്നിരുന്ന തോറിന് സർവ്വ സപ്പോർട്ടുമായി സഹോദരൻ ലോക്കിയും ലേഡി സിഫ്, വോൾസ്റ്റാഗ്, ഫാൻഡ്രൽ, ഹോഗൻ തുടങ്ങിയ വാരിയേഴ്സും ഉണ്ടായിരുന്നു. തന്റെ ആദ്യത്തെ മകനായതിനാലും ലോക്കി ഒരു ഫ്രോസ്റ്റ് ജയന്റ് ആയതിനാലും തോറിനെ രാജാവാക്കാൻ മനസ്സില്ലാ മനസ്സോടെ ഓഡിൻ തയ്യാറാവുന്നു. എന്നാൽ ലോക്കിയുടെ സഹായത്തോടെ തോറിന്റെ കിരീടധാരണം മുടക്കുന്ന ഫ്രോസ്റ്റ് ജയന്റ്സിനെ തേടി ഓഡിന്റെ കൽപ്പന ലംഘിച്ച് തോറും സംഘവും പോകുന്നു. തോറിന്റെ പ്രവൃത്തികൾ കാരണം യോട്ടൻഹൈമും അസ്ഗാർഡും തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും തന്റെ കൽപ്പന ലംഘിച്ചതിനും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയതിനും ഓഡിൻ തോറിന്റെ ഹാമറും മറ്റ് പവേഴ്സും എടുക്കുകയും തോറിനെ ഭൂമിയിലേക്ക് ശപിച്ചു നാട് കടത്തുകയും ചെയ്യുന്നു. ഇത് പൊക്കാൻ അർഹതയുള്ളവർക്ക് തോറിന്റെ പവർ കിട്ടട്ടെ എന്ന ഓഡിൻ സ്പെൽ ഉപയോഗിച്ച് മിയോൽനിയറും ഭൂമിയിലേക്ക് അയക്കുന്നു. ദുർബലനായി ഭൂമിയിലെത്തുന്ന തോറിനെ സയന്റിസ്റ്റുകളായ എറിക് സെൽവിക്, ജെയിൻ ഫ്രോസ്റ്റ്, ഡാർസി തുടങ്ങിയവർ കണ്ടെത്തുകയും തന്റെ മൾട്ടി ഡയമെൻഷണൽ തിയറിയുമായി തോറിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ജെയിൻ തോറുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്യുന്നു. ഇതേസമയം ഷീൽഡ് തോറിന്റെ ഹാമർ കണ്ടുപിടിക്കുകയും ഇതിനെ തുടർന്ന് ജെയിനിന്റെ സർവ്വ റിസർച്ചുകളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. മിയോൽനിയറിന്റെ ലൊക്കേഷൻ അറിഞ്ഞ തോർ അവിടെ എത്തുന്നുവെങ്കിലും ഓഡിന്റെ ശാപം കാരണം അത് ഉയർത്താൻ കഴിയുന്നില്ല. തുടർന്ന് ഷീൽഡിന്റെ പിടിയിലായ തോറിനെ എറിക് രക്ഷപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് ജെയിനും തോറും കൂടുതൽ അടുക്കുന്നു. ഇതേസമയം തോറിന്റെ ബാനിഷ്മെന്റും ലോക്കിയുടെ താനൊരു ഫ്രോസ്റ്റ് ജയന്റ് ആണ് എന്നുള്ള തിരിച്ചറിവും കാരണം ഉറക്കത്തിലാണ്ട് പോയ ഓഡിനു പകരം ലോക്കി രാജാവാകുന്നു. എന്നാൽ ഇതിൽ പന്തികേട് തോന്നുന്ന ലേഡി സിഫും വാരിയേഴ്സ് 3യും ഭൂമിയിലെത്തുകയും ആസ്ഗാർഡിലെ വിവരങ്ങൾ തോറിനെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ലോക്കി ഡിസ്ട്രോയറിനെ ഭൂമിയിലേക്ക് അയക്കുകയും മറ്റുള്ളവർക്ക് ആപത്ത് വരാതിരിക്കാൻ തോർ തന്നെ മാത്രം കൊല്ലാൻ ഡിസ്ട്രോയറിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ദുർബലനായ തോറിനെ ഡിസ്ട്രോയർ കൊല്ലുന്നു. എന്നാൽ ഈ ഒരു ത്യാഗം മൂലം വൃത്തിയായ തോറിന്റെ അടുക്കലേക്ക് മിയോൽനിയർ സ്വയം വരികയും തോർ പൂർവാധികം ശക്തിയോടെ ജീവിച്ചു വന്ന് ഡിസ്ട്രോയറിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആസ്ഗാർഡിലെത്തുന്ന തോർ ലോക്കിയെ നേരിടുന്നു. സ്വയം അച്ഛന്റെ മുന്നിൽ ആളാവാൻ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് യോട്ടൻഹൈമിനെ നശിപ്പിക്കാൻ നോക്കുന്ന ലോക്കിയുടെ പ്ലാൻ തകർക്കാൻ റെയിൻബോ ബ്രിഡ്ജ് തന്നെ തോർ നശിപ്പിക്കുന്നു. തുടർന്ന് ഓഡിൻ ഉറക്കമുണരുകയും ലോക്കി സ്പേസിലേക്ക് വീട് പോവുകയും ചെയ്യുന്നു. സോ ഗൈസ്, എനിക്കിവിടെ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് ഈ വെർത്തിനെസിനെ കുറിച്ചാണ്. സോ പല ഫാൻസും എന്നോട് പറയുന്നത് എന്താണ്, വെർത്തിനെസ് എന്ന് പറയുന്നത് നിഷ്കളങ്കത ആണെന്നാണ്. ഓക്കെ, സമ്മതിക്കാം, മേ ബി നിഷ്കളങ്കനായ ഒരാൾക്ക് മിയോൽനിയർ പൊക്കാൻ സാധിച്ചേക്കാം. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിഷ്കളങ്കനായ ആൾക്ക് മാത്രമേ മിയോൽനിയർ പൊക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഈ ഒരു തോർ ഫസ്റ്റ് മൂവിയുടെ ലാസ്റ്റ് എന്ത് നിഷ്കളങ്കതയാണ് നമ്മുടെ തോറ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നമ്മുടെ തോറ് കാണിച്ചത് ത്യാഗമാണ്. ഓക്കെ, സാക്രിഫൈസ് മൂലമാണ് നമ്മുടെ തോറ് വൃത്തിയായി മാറിയത്. അവിടെ കാര്യമായിട്ട് നിഷ്കളങ്കതയൊന്നും കാണിച്ചിട്ടില്ല. പോരാത്തതിന് 4 നേരവും തണ്ണി അടിച്ച് നടക്കുന്ന ആളാണ് നമ്മുടെ തോറ്. അങ്ങനെയുള്ള ആൾക്ക് അതിന് നിഷ്കളങ്കത ഉണ്ടാവുക. ഓക്കെ, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നിഷ്കളങ്കത ഉണ്ടെങ്കിൽ മാത്രമേ പൊക്കാൻ കഴിയുള്ളൂ എന്നുള്ള അത് തെറ്റാണ് കേട്ടോ. ആ ഒരു വിചാരം തെറ്റാണ്. ഓക്കെ, നിഷ്കളങ്കത അല്ലാത്ത ആൾക്കാർക്ക് ഇത് പൊക്കാൻ സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക.
സോ എന്തായാലും ബൈഫ്രോസ്റ്റ് പൊട്ടുന്നതോടെ മറ്റ് റെയിൽസും അസ്ഗാർഡും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുന്നു. എന്നാൽ ലോക്കി ഭൂമിയിലുണ്ടെന്നും ടെസറാക്ട് കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണെന്നും അറിയുന്നതോടെ ഓഡിൻ ഡാർക്ക് മാജിക് ഉപയോഗിച്ച് തോറിനെ ഭൂമിയിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, ഹൾക്ക്, ബ്ലാക്ക് വിഡോ, ഹോക്കൈ എന്നിവരോടൊപ്പം ലോക്കിയെയും ചിച്ചാരി ആർമിയെയും നേരിടുന്ന തോർ അവെഞ്ചേഴ്സ് എന്ന ടീമിലെ മെമ്പർ ആവുകയും ടെസറാക്ടിന്റെ സഹായത്തോടെ ലോക്കിയുമായി അസ്ഗാർഡിലെത്തുകയും ചെയ്യുന്നു. ലോക്കി അസ്ഗാർഡിൽ തടവിലാവുന്നു. ടെസറാക്ടിന്റെ സഹായത്തോടെ പുനർനിർമ്മിച്ച ബൈഫ്രോസ്റ്റ് വഴി തോർ 9 റെയിൽസിലും പോയി സമാധാനം കൊണ്ടുവരുന്നു. എന്നാൽ 9 റെയിൽസിന്റെ അലൈൻമെന്റിനോടനുബന്ധിച്ചുണ്ടായ പോർട്ടലിലൂടെ ജെയിൻ സ്വാട്ടൽഹൈമിലെത്തുകയും സ്വയം ഈഥർ അഥവാ റിയാലിറ്റി സ്റ്റോണാൽ അഫക്റ്റഡ് ആവുകയും ചെയ്യുന്നു. ജെയിനിനെ തോർ ആസ്ഗാർഡിൽ എത്തിക്കുന്നു. എന്നാൽ ഈഥറിന്റെ കണ്ടെത്തലും 9 റെയിൽസിന്റെ അലൈൻമെന്റോടും അനുബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റ മെലക്കിസും ഡാർക്ക് എൽസും അസ്ഗാർഡ് ആക്രമിക്കുകയും തോറിന്റെ അമ്മയായ ഫ്രിഗ മരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ലോക്കിയുടെ സഹായത്തോടെ ഓഡിന്റെ കൽപ്പന ലംഘിച്ച് ജെയിനിനെയും കൊണ്ട് തോർ സ്വാട്ടൽഹൈമിലെത്തുകയും അവിടെ വെച്ച് മാലക്കിത്ത് ഈഥറിനെ ജെയിനിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്യുന്നു. തോർ ഈഥറിനെ നശിപ്പിക്കാൻ നോക്കുന്നുവെങ്കിലും കഴിയുന്നില്ല. തുടർന്ന് ലോക്കി മരിക്കുകയും മെലക്കിത്ത് പോവുകയും ചെയ്യുന്നു. ഭൂമിയിലെത്തുന്ന തോർ എറിക്കിന്റെയും ജെയിനിന്റെയും ഡാർസിയുടെയും സഹായത്തോടെ മെലക്കിത്തിനെ നശിപ്പിക്കുകയും ഈഥറിനെ കണ്ടെയ്ൻ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ലേഡി സിഫും ഹോൾസാഗും റിയാലിറ്റി സ്റ്റോൺ കളക്ടറിനെ ഏൽപ്പിക്കുകയും ഓഡിനിൽ നിന്നും സിംഹാസനം നിരസിക്കുന്ന തോർ ഭൂമിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. തുടർന്ന് അവഞ്ചേഴ്സിന്റെ കൂടെ വിവിധ ഹൈഡ്രാബേസുകൾ ആക്രമിക്കുന്ന തോർ ലോക്കിയുടെ സെപ്റ്റർ കണ്ടെത്തുന്നു. അതേ ടെക്നോളജി വഴി അൾട്രോൺ ഉണ്ടാകുന്നതോടെ അവഞ്ചേഴ്സിന് പുതിയൊരു ത്രെറ്റ് നേരിടേണ്ടി വരുന്നു. വാണ്ട മാക്സിമോഫ് കാണിച്ച വിഷനിലൂടെ തന്റെ ഫുൾ പവറിന്റെയും ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെയും ഗ്ലിംസ് കാണുന്ന തോർ മൈൻഡ് സ്റ്റോണിന്റെ പവറിനെ പറ്റി മനസ്സിലാക്കുകയും അതുപയോഗിച്ച് വിഷനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. വിഷന്റെ സഹായത്തോടെ അവഞ്ചേഴ്സ് അൾട്രോണെ നശിപ്പിച്ചതിന് ശേഷം ഇൻഫിനിറ്റി സ്റ്റോൺ കണ്ടെത്താൻ തോർ യാത്ര തിരിക്കുന്നു. എന്നാൽ തന്റെ അഭാവത്തിൽ 9 റെയിൽസും കഷ്ടതയിലാണെന്ന് അറിയുന്ന തോർ സെർച്ചർ എന്ന മോൺസ്റ്ററിനെ നേരിടുകയും സെർച്ചറിന്റെ ക്രൗൺ അസ്ഗാർഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആസ്ഗാർഡിന്റെ അന്ത്യമായ റാഗ്നറോക്ക് എന്ന പ്രതിഭാസം ഇല്ലാതാക്കാനായിരുന്നു ഇത്. ആസ്ഗാർഡിലെത്തുന്ന തോർ ലോക്കി ഓഡിന്റെ വേഷത്തിലാണെന്ന് അറിയുകയും ഭൂമിയിലെത്തുന്ന തോറും ലോക്കിയും ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സഹായത്തോടെ നോർവേയിലെത്തി ഓഡിനെ കാണുകയും ചെയ്യുന്നു. എന്നാൽ ആസ്ഗാർഡിലേക്ക് വരാൻ വിസമ്മതിക്കുന്ന ഓഡിൻ സ്വയം എനർജിയായി മാറുകയും ഒപ്പം ഓഡിന്റെ ആദ്യ മകളായ ഹെല മോചിതയാവുകയും ചെയ്യുന്നു. തോറിന്റെ ഹാമറായ മിയോലിയർ ഹെല തകർക്കുകയും ഇതിനെ തുടർന്ന് ബൈഫ്രോസ്റ്റിൽ കയറുന്ന തോറും ലോക്കിയും സക്കാർ എന്ന പ്ലാനറ്റിൽ എത്തുകയും ചെയ്യുന്നു. സക്കാറിൽ വെച്ച് കോണ്ടസ്റ്റ് ഓഫ് ചാമ്പ്യൻസിൽ പങ്കെടുക്കുന്ന തോർ ഹൾക്കിനെയും വാൽക്കിരി എന്ന ആസ്ഗാർഡിയൻ യോദ്ധാവിനെയും കാണുന്നു. ഇവർക്കൊപ്പം സക്കാറിൽ നിന്ന് രക്ഷപ്പെടുന്ന തോർ ആസ്ഗാർഡിലെത്തുകയും ആസ്ഗാർഡിയൻസിനെ തട്ടൻ ചെയ്യുന്ന ഹെലയുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഹെലയുമായുള്ള പോരാട്ടത്തിനിടയിൽ തോറിന് തന്റെ വലതു കണ്ണ് നഷ്ടമാവുന്നു. ഹാമർ ഇല്ലാതെ ഹെലയെ നേരിടാൻ കഴിയില്ല എന്ന് തോറിന് തോന്നുമ്പോൾ ഓഡിന്റെ ഒരു വിഷം കാണുകയും തോറിന്റെ ഫുൾ പവർ പുറത്തു വരികയും ചെയ്യുന്നു. എന്നിട്ടും തോറിന് ഹെലയെ തോൽപ്പിക്കാനാവുന്നില്ല. തുടർന്ന് തോറിന്റെ നിർദ്ദേശപ്രകാരം ലോക്കി ഇറ്റേണൽ ഫ്ലെയിം ഉപയോഗിച്ച് സർച്ചറിനെ തിരിച്ചു കൊണ്ടുവരികയും സർച്ചർ ആസ്ഗാർഡിനൊപ്പം ഹെലയെയും നശിപ്പിച്ച് റാഗ്നറോക്ക് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. സോ ഗൈസ്, ഇവിടെ ഞാൻ ഹെലയെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹെല നശിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം സർച്ചർ ആ വാളങ്ങോട്ട് ഉയർത്തി താഴ്ത്തുമ്പോഴേക്ക് ഹെല ഒരു പൊടി അല്ലെങ്കിൽ ഒരു പച്ച സ്മോക്കായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. നശിച്ചു പോയതാണോ അതോ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോയതാണോ നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും തുടർന്ന് അസ്ഗാർഡിയൻസ് ഹൈംഡാൽ, വാൾക്കിരി, ഹൾക്ക്, ലോക്കി എന്നിവരോടൊപ്പം ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്ന തോറിന്റെ ഷിപ്പ് താനോസും ബ്ലാക്ക് ഓർഡേഴ്സും ആക്രമിക്കുന്നു. എന്നാൽ വാൾക്കിരി, കോർഗ്, മീക്ക് പിന്നെ പകുതി ആസ്ഗാർഡിയൻസും രക്ഷപ്പെടുന്നു. ലോക്കിയിൽ നിന്ന് ടെസറാക്ട് ലഭിക്കുന്ന താനോസ് ഹൈംഡലിനെ കൊല്ലുകയും എന്നാൽ മരിക്കും മുമ്പ് ഹൈംഡൽ ഹൾക്കിനെ ഭൂമിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ലോക്കിയെ കൊല്ലുന്ന താനോസ് തോറിന്റെ ഷിപ്പ് നശിപ്പിക്കുന്നു. ഗോഡ് ആയതിനാൽ സ്പേസിൽ ജീവിക്കാൻ കഴിഞ്ഞ തോറിനെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി കണ്ടുമുട്ടുന്നു. തുടർന്ന് ഗ്രൂട്ട്, റോക്കറ്റ് എന്നിവരോടൊപ്പം നിഡവെല്ലിയറിലേക്ക് പോകുന്ന തോറിന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൃത്രിമ കണ്ണ് നൽകുന്നു. തോർ ഡോർക്കിംഗ് ആയ എയ്റ്റിരിയെ കണ്ടുമുട്ടുന്നു. സ്വയം നിഡവെല്ലിയറിനെ ഉയർത്തി സ്റ്റോം ബ്രേക്കർ എന്ന അതിശക്തിയുള്ള മഴു ഉണ്ടാക്കുന്ന തോർ അതിലെ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് വക്കാണ്ടയിലേക്ക് എത്തുന്നു. സ്റ്റോം ബ്രേക്കറിന്റെ പവർ ഉപയോഗിച്ച് ഔട്ട്റൈഡേഴ്സിനെയും ബ്ലാക്ക് ഓർഡേഴ്സിനെയും തോർ നേരിടുന്നു. ശേഷം താനോസ് വരികയും വിഷന്റെ നെറ്റിയിൽ നിന്ന് മൈൻഡ് സ്റ്റോൺ എടുത്ത് ഗോൺലെറ്റ് ഉറപ്പിക്കുകയും ചെയ്യുന്നു. 6 ഇൻഫിനിറ്റി സ്റ്റോൺസും കയ്യിലേന്തിയ താനോസിനെ തോർ സ്റ്റോം ബ്രേക്കറുമായി ആക്രമിക്കുകയും അത് താനോസിന്റെ നെഞ്ചിൽ തറക്കുകയും ചെയ്തെങ്കിലും താനോസ് സ്നാപ്പ് ചെയ്യുകയും ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഡസ്റ്റ് ആവുകയും ചെയ്യുന്നു. സോ ആകെ കൂടി ഒരു നിരാശയിലിരിക്കുന്ന തോറിലാണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. അതായത് എന്താ പറയുക, ഭയങ്കര ഇമോഷണലാണ് നമ്മുടെ തോറിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആലോചിച്ച് നോക്കുക ഗൈസ്, നമ്മുടെ തോറിന്റെ മൂവി ആരംഭിക്കുമ്പോൾ, അതായത് തോർ ഫസ്റ്റ് മൂവി ആരംഭിക്കുമ്പോൾ നമ്മുടെ തോറിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യിക്കുകയായിരുന്നു. എന്നാൽ തോർ രാജാവാവുന്നത്, ഈ അഭിഷേകം പൂർത്തിയാവുന്നത് റാഗ്നറോക്കിന്റെ അവസാനമാണ്. അതിൻ്റെ ഇടയിൽ അച്ഛനും പോയി, ചേച്ചിയും പോയി, അമ്മയും പോയി. ഇതൊന്നും പോരാഞ്ഞ്
എന്താ പറയാ, ബ്രദർ അടക്കം എല്ലാ അസ്ഗാർഡിയൻസും മരിച്ചു. ഏതാണ്ട് രാജ്യം മൊത്തം മരിച്ചു. ഇനിയിപ്പോൾ ആകെ 25% അസ്ഗാർഡിയൻസ് മാത്രമേ ബാക്കിയുള്ളൂ. സോ അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഇപ്പോൾ നമ്മുടെ തോർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കുക കുറച്ചും കൂടി റേജ്ഫുൾ ആയിട്ടുള്ള ഒരു തോറിനെ ആയിരിക്കും. പ്രതികാരം മാത്രമാവില്ല, ഒരു നിരാശയും ഒക്കെ കൊണ്ടായിരിക്കും നമ്മുടെ തോറിന് വരാൻ പോകുന്നത്. സോ ഗൈസ്, ഇപ്പോൾ ഇത്രത്തോളമായിരുന്നു എനിക്ക് ഈ വീഡിയോയിൽ പറയാനായിരുന്നത്. സോ ഇതിലും നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഡീറ്റെയിൽ ഒന്നും പോയിട്ടില്ല, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഈസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്.